ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം തുടരുന്നു. മാനമേറിയിടുന്ന സാത്യകി കൊന്നുകൊന്നാറൊഴുകി കുരുതിപ്പുനൽ തന്നാലെ ചീറിയടുത്താൻ ഭരദ്വാജപുത്രനും. കൽപ്പാന്തമേഘം വർഷിപ്പതുപോലെ കേൾപ്പോടു ബാണങ്ങൾ തൂകിത്തുടങ്ങിനാൻ. ഇപ്രഥനത്തിനു നേരായ പോരു പണ്ടിപ്രപഞ്ചത്തിങ്കലുണ്ടായതില്ലെന്നു കേളിമുഴുത്തു കബന്ധവും കാളിയും കൂളികളും നടമാടിത്തുടങ്ങിനാർ. ഒന്നു തളർന്നു ചമഞ്ഞു ഗുരുവരൻ ചെന്നു തുണച്ചാൻ. അതു കണ്ടു ഭോജനും കോപിച്ചു സാത്യകി ബാണങ്ങളെയ്തപ്പോൾ മോഹിച്ചു തേരതിൽ വീണിതു ഭോജനും. ആരിനിയുള്ളതെന്നാശു ശിനിസുതനാരാഞ്ഞു പാഞ്ഞങ്ങടുക്കുന്നതു നേരം രണ്ടനുജന്മാരുമായി വന്നെതിർത്തിതു കുണ്ഠത കൈവിട്ടു നാഗധ്വജ നൃപൻ. കണ്ടുകൂടുമ്പോൾ ശരവരിഷം ചെയ്തു മണ്ടിച്ചാൻ. അപ്പോൾ അണഞ്ഞു ദുശ്വാസനൻ കോഴകളഞ്ഞു പോർ ചെയ്താനൊരിത്തിരി കേടിച്ചവനെയും ഓടിച്ചു സാത്യകി. ജന്യം ഭയങ്കരം കൊണ്ടു രണഭുവി ജന്യമാം നാദവും കൃഷ്ണനുടെ പാഞ്ചജന്യനിനാദവും ധന്യത ചേർന്നൊരു ധന്യകൾ തൻ ചെറുഞാണൊലിനാദവും കേട്ടാകുലപ്പെട്ടു യുധിഷ്ഠിരൻ കൂട്ടുക നമ്മുടെ തേരെന്നു ചൊല്ലിനാൻ. ഉഗ്രനാം മാരുതി ചൊന്നാൻ അതു നേരം അഗ്രജൻ തന്നോടടങ്ങണമിത്തിരി. ഉഗ്രവിരചിതാനുഗ്രഹ ശക്തി സമഗ്ര പ്രഭാവനാം ശക്രതനയനെ നിഗ്രഹിപ്പാൻ അരുതാക്കുമേ കോമള വിഗ്രഹയോഗബലേന മഹീപദേ. വ്യഗ്രമുണ്ടാകായിക കൃഷ്ണഭക്തന്മാരിൽ അഗ്രഗണ്യൻ മമ സോദരൻ നിർണയം. അഗ്രാഹ്യശൗര്യമിയെന്ന ഗുരുവരൻ അഗ്രകുലോത്ഭവനായ ഭരദ്വാജനുഗ്ര ശിഷ്യോത്തമ ശിഷ്യനാം ആചാര്യൻ ത്വൽഗ്രഹണാഗ്രഹം പൂണ്ടുമരുവുന്നു. പാർത്ഥനു നാശമെന്നോർദ്ധത പാർത്ഥിവൻ ചേർത്ത വിഷാദമോടാർത്തനായി പിന്നെയും മാരുതിയാകും അപരജൻ തന്നോടു ധീരത കൈവിട്ടു ചൊന്നാൻ നൃപാധിപൻ. ധാർത്തരാഷ്ട്രൻ പടക്കൂട്ടമുണ്ടാക്കുന്നു. മാർത്താണ്ഡബിംബവും നന്നായി മറഞ്ഞുപോയി. മാധവൻ തന്നെ ശംഖനിനാദവും ഭീതിയാകും വണ്ണമുണ്ടല്ലോ കേൾക്കുന്നു. പോയ ശിനിസുതൻ തന്നെയും കണ്ടില്ല. പായുന്നതങ്ങുമിങ്ങും ഭ്രമിച്ചേവരും. എന്തൊരു സങ്കടം വന്നതു ദൈവമേ ചെന്താരിൽ മാതുതൻ പുണ്യവിലാസമേ. നെഞ്ചമിടിഞ്ഞിടിഞ്ഞിടുന്നിതെത്രയും ചെഞ്ചമ്മേ തന്നെ കഴികയിൽ ഇന്നേടം. വൈകല്യമേതും വരാതെ പടയുമായി വൈകാതെ പോക നീ മാരുതനന്ദന. എന്തരുൾ ചെയ്യുന്നതെന്നാൽ അതു കേൾപ്പാൻ അന്തരമില്ല എനിക്കെങ്കിലും. ഇന്നിപ്പോൾ ബന്ധിച്ചു കൊള്ളുവാൻ ഉപായങ്ങൾ സന്തതം ചിന്തിച്ചിരുന്നരുളുന്നു ഗുരുവരൻ. ഉത്തമനാകിയ നമ്മുടെ ജ്യേഷ്ഠനെ ശത്രുക്കൾ എത്തിപ്പിടിച്ചു കെട്ടിയിടുമ്പോൾ എത്തിയില്ല നാം ആരുമെന്തിനി നല്ലതെന്നെത്രയും ദുഃഖിച്ചു നാരിമാരെ പോലെ. നാണവും കെട്ടിരുന്നിടുമാറാക്കാതെ പ്രാണൻ കളയാതിരിക്കണം അന്നേരം എന്നതിനെന്നോട് സൂക്ഷിച്ചു കൊള്ളുവാൻ പിന്നെയും പിന്നെയും നന്നായുറപ്പിച്ചു. പോയതു പോരിനായെന്നുടെ സോദരൻ പോയിടുവാൻ മടിയുണ്ടതുകൊണ്ടുമേ. സോദരൻ ചൊന്നതോ പൂർവജൻ ചൊന്നതോ സാദരം കേൾക്കേണ്ടതെന്നു നിരൂപിക്കാം. യാദവ പാർത്ഥ ശിനിസുതന്മാരെയും ആരാഞ്ഞു കണ്ടു
വിരയേ വരിക നീ. പാരിഷദാദികളെ ഭരമേൽപ്പിച്ചു പാരാതെ ഭീമൻ നടന്നു പടയുമായി. പോർക്കളം തന്നിലകമ്പു കരികളെ വീർക്കുന്നതിൻ മുൻപേ വീഴ്ത്തിനാൻ അമ്പിനാൽ. വെൺകുട ചന്ദ്ര വെഞ്ചാമരങ്ങളും ചെങ്കനകൊടിയും കൊടിക്കൂറയും മന്ധര കന്ധര ഖണ്ഡാരവുമുള്ള സിന്ധുര ബന്ധുര സെന്തനാശ്വങ്ങളെ ഖണ്ഡിച്ചരികളെയും കൊന്നു ചണ്ഡനാം മാരുതപുത്രൻ വരുന്നേരം. പണ്ഡിതനായ ഭരദ്വാജനന്ദനൻ മണ്ഡലാകാരമായുള്ള ധനുസിനാൽ അണ്ഡഘടാഹം നടുങ്ങുമാറങ്ങനെ ദണ്ഡമൊടിഞ്ഞു ചെറുത്താനതു നേരം. ദണ്ഡധരൻ മുനിയോടടുക്കും നേരം ഖണ്ഡപരശു ചെറുത്തതുപോലെയും ചണ്ഡമുണ്ട പ്രണാശാന്തരെ ശുംഭനെ ചണ്ഡികാദേവി ചെറുത്തതുപോലെയും ചണ്ഡകരകുലജാതൻ രഘുവരൻ ദണ്ഡകാരണ്യ നിവാസി ഖരാദിയെ കണ്ടുകോപിച്ചു ചെറുത്തതുപോലെയും മണ്ടിയണഞ്ഞു മൃഗോദരൻ അന്നേരം തേരും കളഞ്ഞു തിരിച്ചു നടന്നപ്പോൾ വീരരാം ഗാന്ധാരിപുത്രരടുത്തതിൽ 10 കൊന്നു നടന്നലറിയിടിനാൻ മത്തനാം മാരുതപുത്രൻ മഹാരഥൻ. മാരുതി തന്റെ വരവു കണ്ടന്നേരം ശൂരനാം കർണനണഞ്ഞു പൊരുതപ്പോൾ മത്തഗജത്തോടു കേസരിയെ പോലെ ശക്തനാം മാരുതപുത്രൻ അണഞ്ഞുടൻ പത്രികൾ കൊണ്ടു തകർത്തു തേരും വില്ലും മിത്രാത്മജനെയുമെയ്തു പിളർക്കയാൽ. അംബികാനന്ദന നന്ദനന്മാർ തുണയൻപോടു ചെന്നിതു കർണൻ അതു നേരം മറ്റൊരു തേരേറി ഞാണൊലിയുമിട്ടു തെറ്റെന്നടുത്തതു കണ്ടോരു മാരുതി. ചിത്തത്തിലോർത്താനടച്ചു തീ വെച്ചതും മധ്യസഭം നിജ ഭാര്യയെ ഈഴ്ത്തതും വസ്ത്രമഴിച്ചതും കള്ളച്ചൂതിട്ടതും ബദ്ധരോഷാൽ വിഷച്ചോറശിപ്പിച്ചതും കൊല്ലുവാൻ പാമ്പു തന്നാൽ കടിപ്പിച്ചതും വെള്ളത്തിലമാറു കെട്ടിയെറിഞ്ഞതും മറ്റും പല പല കർമ്മങ്ങൾ ചെയ്തതും മുറ്റും നിരൂപിച്ചു കോപിച്ചടുത്തവൻ തേരും കൊടിയും കളഞ്ഞു ശരങ്ങളാൽ പാരം പരിഭ്രമിച്ചിടിനാൻ കർണനും. കുന്തിയോടുള്ളൊരു സത്യം മറന്നവൻ കുന്തിതനയനെ കൊല്ലുന്നതുണ്ടെന്നു തെറ്റെന്നു മറ്റൊരു തേരേറി വന്നവൻ അറ്റമില്ലാതെ ശരങ്ങൾ തൂകിയിടിനാൻ. ദുർമുഖൻ താനും അടുത്താൻ അവനുടലെൺമണി പോലെ ചമച്ചിതു ഭീമനും കൺമണി പാരമുരുണ്ടിതു കർണനും. കുമ്മിണി പോലും കുറഞ്ഞില ഭീമനും. വഞ്ചകരായ സുയോധന തമ്പിമാർ 5 പേർ കൂടി അടുത്താരതു നേരം പഞ്ചത ചേർത്താൻ അവരെ മൃഗോദരൻ ചഞ്ചലം പൂണ്ടടുത്തിടിനാൻ കർണനും. നെഞ്ചുറപ്പിച്ചു ഭയങ്കരം മാരുതി കിഞ്ചന സംശയമെന്നിയെടുത്തെയ്തു തേരും. നെഞ്ചുറപ്പിച്ചു ഭയങ്കരം മാരുതി കിഞ്ചന സംശയമെന്നിയടുത്തെയ്തു തേരും കുതിരയും വില്ലും കൊടികളും നേരെ പൊടിച്ചു കുഴച്ചിതു ചോരയിൽ. പാരം വലഞ്ഞിതു കർണൻ അത് കണ്ടു നേരെയടുത്തു സുയോധന തമ്പിമാർ. ചെന്നാലൊരേഴു പേർ ഭീമൻ അവർകളെ ഒന്നിച്ചു കൂട്ടി ഉരുട്ടിച്ചമച്ചിതു. പിന്നെ പിരിഞ്ഞു പോകാനൊരിക്കലും മുന്നമറിഞ്ഞു പറഞ്ഞു വിതുരൻ അന്നേരമോർത്താൻ ദുര്യോധനൻ താനും. കണ്ണുനീർ വാർത്തുടൻ ശോകിച്ചിതു തുലോ കർണൻ മറ്റൊരു തേരേറി വന്നിതു. മുന്നമേ വണ്ണമകപ്പെട്ടതില്ലെന്നു സന്നാഹമുൾക്കൊണ്ടു സൂര്യതനയനും അർണവം പോലെ അലറിയടുക്കുമ്പോൾ കണ്ണും ചുവത്തിയണഞ്ഞു മൃഗോദരൻ. എണ്ണമില്ലാതൊരു ബാണങ്ങളെ നെയ്തു കർണനുടയുടൽ കീറിനാനേറ്റവും
അംഗം തളർന്നിരിക്കുന്ന സുയോധനൻ അങ്കേശനെ കൊല ചെയ്യുമേ മാരുതി. ചെല്ലുവിനാശു പടയുമായി എന്നത് ചൊല്ലിനാൻ തമ്പിമാരോടു നരാധിപൻ. നന്നായി തുണച്ചാരവർകളും കർണനു നന്നായി കണ്ടതടുത്തെന്നു ഭീമനും. കൊന്നാനൊരേടിനെ പിന്നെയും അന്നേരം കർണനു വന്നൊരു കോപം പർവ്വതിനിന്നു പണി നമുക്കെന്നതു നിർണയം. ഭീമനോടേറ്റമണഞ്ഞു സൂര്യാത്മജൻ പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനാൻ. വില്ലും മുറിച്ചു തേരും കടഞ്ഞാനവൻ നല്ലനാം മാരുതി ഭൂമിയിൽ ചാടിനാൻ. വാളും പരിചയം കൈക്കൊണ്ടെടുത്തപ്പോൾ ബാണങ്ങളെയ്തു പൊളിച്ചാൻ പരിചയും. വാളുകൊണ്ടൊന്നെറിഞ്ഞിടിനാൻ ഭീമനും. കോളെ കഴിവുണ്ടതിനെന്നു കർണനും. കൂറ്റൻ മഴയേറ്റു പോകുന്ന വണ്ണമേ കാറ്റിൻ മകൻ ശരമാരിയുമേറ്റേറ്റു. വട്ടമിട്ടാനൊന്നതു കണ്ടു വൻപട പെട്ടെന്നടുത്തു ശൂലം മുസലം ഗദ. ശക്തികൾ മുൾത്തടി വാളും ചുരികയും ചക്രം പരശു വജ്രങ്ങൾ കുന്തങ്ങളും ശസ്ത്രങ്ങളും വരുഷിച്ചതു കർണനെ. മിത്രാത്മജനിതവറ്റയും ഖണ്ഡിച്ചാൻ. ബദ്ധകോപത്തോടു ചൊല്ലിനാനിങ്ങനെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം